പ്രചാരണം അവസാനിക്കാൻ ഇനി 1 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. അത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ മുഴുവൻ ജില്ലകളിലും വലിയ ആഘോഷ കാഴ്ചകളാണ് ഈ മണിക്കൂർ സമ്മാനിക്കുന്നത്. താളമേളങ്ങളുടെ ഏതാണ്ട് ഒരു ഉത്സവ ഛായ ആണ് എല്ലായിടത്തും നമ്മൾ കാണുന്നത്. പ്രവർത്തകരുടെ നേതാക്കളുടെയും ഒക്കെ വലിയ പങ്കാളിത്തമുണ്ട്. പലയിടത്തും സ്ഥാനാർത്ഥികളെ മുഴുവൻ അണിനിരത്തി വലിയ റോഡ് ഷോകളും പദയാത്രകളും ഒക്കെ നടത്തുകയാണ്. നമ്മളിനി പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. മുതലക്കുളത്ത് നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും. നിഖിൽ, കോഴിക്കോട് ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിൽ ഈ പരസ്യപ്രചാരണം അവസാനിക്കുന്നത് മുതലക്കുളത്താണോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? വിജയകുമാർ, ഞങ്ങൾ ഓരോ ക്യാമ്പുകൾക്കൊപ്പമാണ് ഉള്ളത്. ഞാനിപ്പോൾ BJP ക്യാമ്പിനൊപ്പമാണ്. ഞാനുള്ള വാഹനത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ 61-ാം വാർഡിലേക്ക് മത്സരിക്കുന്ന രമ്യ രതീഷ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പം BJP ജില്ലാ അധ്യക്ഷനുണ്ട്. ഇപ്പോൾ പുറകിൽ, നമുക്ക് നേരെ പുറകിലേക്ക് ക്യാമറ പാൻ ചെയ്യുമ്പോൾ ഇതേത് സ്ഥാനാർത്ഥിയാണ്? ചാലപ്പുറം വാർഡിലെ അനിൽകുമാർ, അതേപോലെ തന്നെ പാളയം വാർഡിലെ ധന്യ രതീഷ്. അപ്പോൾ വലിയ റോഡ് ഷോ ആയിട്ടാണ് കടന്നു പോകുന്നത്. വലിയ വിജയപ്രതീക്ഷയുണ്ടോ ഇപ്രാവശ്യം? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ രാഷ്ട്രീയ വീതിയിൽ നിന്ന് കോൺഗ്രസ് അപ്രസക്തമാകുന്ന തെരഞ്ഞെടുപ്പാണിത്. കോഴിക്കോട്ട് CPIM-നെ കാത്തിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJP കോഴിക്കോട് ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം നടത്തും. ആ രീതിയിലുള്ള ജനകീയ മുന്നേറ്റമാണ് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു അത്ഭുതം തോന്നിയത് കെ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞത് കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കുമെന്നാണ്. LDF-ന് വലിയ മൃഗീയ ഭൂരിപക്ഷമുള്ള കോർപ്പറേഷനാണ്. അപ്പോൾ അതെങ്ങനെയാണ് സാധ്യമാവുക? BJP-യെ സംബന്ധിച്ചിടത്തോളം 32 സീറ്റിൽ 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ ആണ്. വലിയ ചെറിയ വ്യത്യാസത്തിലാണ് ഈ സീറ്റെല്ലാം. ഇതിൽ നിന്ന് BJP 30 സീറ്റ് പിടിച്ചാൽ തന്നെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇന്ന് തകർന്ന് തരിപ്പണമായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നേട്ടം BJP-ക്കാണ്. നരേന്ദ്രമോദിജി കോഴിക്കോടിന് നൽകിയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള നേട്ടങ്ങൾ, ആ വികസനങ്ങൾ, ഇതെല്ലാം തന്നെ കോഴിക്കോട് അർബൻ മേഖലയിൽ വിലയിരുത്തപ്പെടും. BJP സീറ്റുകൾ തൂത്തുവാരും. ഓക്കെ, എന്തായാലും വലിയ ആവേശമാണ് കാണാൻ കഴിയുന്നത്. വിജയകുമാർ, സ്ഥാനാർത്ഥിയെ നമുക്ക് കാണാൻ കഴിയും. തൊട്ടു മുന്നിൽ നിരവധി ബൈക്കുകളുടെ അകമ്പടിയിൽ BJP ഇപ്പോൾ പാളയത്തേക്ക് കളം പിടിച്ചുകൊണ്ട് മുതലക്കുളത്ത് നിന്ന് പാളയത്തേക്കുള്ള BJP-യുടെ റോഡ് ഷോ ആണ് നമ്മൾ കാണുന്നത്. അതിനൊപ്പമാണ് നിഖിൽ പ്രമേഷ് ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.